മരണം ഉറപ്പാക്കിയ ശേഷം ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത് പോലെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ. ഭരണകാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 9.5 വർഷം അധികാരത്തിൽ തുടർന്നിട്ടും ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിലെ ആത്മാർത്ഥമില്ലായ്മയും ജനവഞ്ചനയും പകൽ പോലെ വ്യക്തം തന്നെയാണ്. തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപനത്തിന് പുറമെ ഒരു ഇസ്ലാമിക രാജ്യമായ ഖത്തറിൽ പോയി ഇതെല്ലാം മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുകയാണ്. ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ജിഹാദി ടച്ച് വേണമെന്ന് പിണറായി സർക്കാരിൻ്റെ ഒരു നയം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങളായി പുറത്തു വന്നിരിക്കുന്നത്. 4.5 വർഷം കൊണ്ട് ഇതൊക്കെ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു. ഒന്നും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, അഴിമതിയും ആർഭാടവും നടത്തി ഖജനാവ് കാലിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1 വർഷത്തിലേറെയായി സമരം ചെയ്ത ആശാവർക്കർമാരുടെ വേതന വർധനവ് നടപ്പാക്കാതിരുന്നത് തന്നെ ഇതിനൊരു പ്രധാന തെളിവാണ്. ഈ വൈകിയ വേളയിൽ ഒരു വെളിപാടുണ്ടായതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസേവകനായി മാറിയിരിക്കുന്നതിൻ്റെ കള്ളത്തരം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ഉറപ്പായും സാധിക്കും. വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിനേക്കാൾ മോശമാണ് കപട വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ഇടതു പാർട്ടികളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു തെറ്റും കാണുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇക്കൂട്ടർക്ക് ഇത് ശീലം തന്നെയാണ്. ക്ഷേമ പെൻഷനിലെ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കും എന്ന് തന്നെ ഇരിക്കട്ടെ, എവിടെ നിന്നാണ് ഇതിനൊക്കെ പണം കണ്ടെത്തുക എന്നുള്ളത് മുഖ്യമന്ത്രിക്കും ധനമന്ത്രി KN ബാലഗോപാലിനും പറയാൻ സാധിക്കുമോ? 6 ലക്ഷം കോടി രൂപയുടെ കടമാണ് പിണറായി സർക്കാർ സംസ്ഥാനത്തിന് വരുത്തി വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയും നിരന്തരം നുണകൾ പറഞ്ഞും സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താമെന്ന് കരുതുന്ന ഒരാളാണ് ബാലഗോപാൽ. നാട് നീളെ മദ്യമൊഴുക്കി പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞെടുക്കുന്ന വരുമാനവും ലോട്ടറിയിൽ നിന്നുള്ള വരുമാനവുമാണ് സർക്കാരിന് ആകെയുള്ളത്. റവന്യൂ വർദ്ധിപ്പിക്കാൻ ക്രിയാത്മകമായ യാതൊരു മാർഗവും കണ്ടെത്താൻ ഈ ധനമന്ത്രിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓരോ വർഷവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ബജറ്റുകൾ എന്ന പേരിൽ ചില കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ബജറ്റ് തയ്യാറാക്കുന്നവർ തന്നെ എഴുതി കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി യാന്ത്രികമായി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു: ഇടതുമുന്നണി ഇനി അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാൻ പോവുകയാണ്. CPM-നും ഇടതുമുന്നണിക്കുമെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് പോയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും സാധിക്കുകയില്ല. ഇതിൻ്റെ വെപ്രാളമാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമുള്ളത്. എങ്ങനെയെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ള കടമ്പ കടക്കുക, അതിൽ ജയിക്കാനായാൽ ആ പേര് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും. അധികാര തുടർച്ച ലഭിച്ചാൽ ഇപ്പോഴത്തെ വാഗ്ദാനങ്ങൾ നടപ്പാക്കേണ്ട കാര്യവുമില്ല. പണമില്ല എന്നുള്ള കാരണം പറയാം. കേന്ദ്രം സാമ്പത്തികമായി സഹായിക്കുന്നില്ല എന്ന് കുറ്റവും പറയാം. ഇതൊക്കെയാണ് CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും കണക്കുകൂട്ടൽ തന്നെ. പക്ഷേ 9.5 വർഷത്തെ ഭരണത്തിലൂടെ ഈ സർക്കാരിൻ്റെ തനിനിറം ജനങ്ങൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരിക്കലും അവരെ കബളിപ്പിക്കാൻ കഴിയുകയില്ല. പക്ഷേ അധികാരത്തിൻ്റെ ലഹരി ആസ്വദിച്ച പിണറായിയും കൂട്ടരും ഒരിക്കൽ കൂടി അതിന് ശ്രമിക്കുകയാണ്. അല്പകാലം ചില ആനുകൂല്യങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം ജയിക്കാൻ പോകുന്നില്ല, വിജയിക്കാനും പാടില്ല. കാരണം 3ാം പിണറായി സർക്കാർ സംഭവിച്ചാൽ ജനജീവിതം ദുസ്സഹമാകും.